ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷ ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു സംശയമുളവാക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. വെറും 2 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ ആണ് ഇന്ന് നമ്മൾ കേട്ടത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കർത്താവ് അവസാന നാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനേകം ചോദ്യങ്ങളും പ്രശ്നങ്ങളുമായിട്ടൊക്കെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ഫരിസേയർ, സദുക്കായർ, അവരുടെയൊക്കെ ആ സമയത്താണ് ഇങ്ങനെയൊരു ചെറിയൊരു സംശയ രീതിയിലുള്ള വാക്യങ്ങളും കൂടെ ദൈവം നമുക്ക് വേണ്ടി ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും തരുന്നു. അപ്പോൾ ഈ വാക്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ആ 2-3 കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നമുക്ക് ഗ്രഹിച്ചു നോക്കാം. ഒന്നാമത്തെ കാര്യം, ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറഞ്ഞിട്ടുണ്ട്. നിയമജ്ഞർ മാത്രമല്ല, അതോടൊപ്പം തന്നെ അതിനുശേഷം ദാവീദിനെ കുറിച്ചാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ആദ്യം ദാവീദിൻ്റെ പുത്രനാണ് എന്ന് മനസ്സിലാക്കുവാനാണ്. എന്താണ് ഈ ദാവീദിൻ്റെ പുത്രൻ എന്ന് ഈ നിയമജ്ഞർ ഉദ്ദേശിക്കുന്നത്? യഹൂദ പാരമ്പര്യം അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ചിന്ത അനുസരിച്ച്, മിശിഹ കടന്നു വന്ന് അവരെ എല്ലാ തിന്മകളിൽ നിന്നും, പ്രത്യേകിച്ച് എല്ലാ രാജാക്കന്മാരുടെ അടിമത്തിൽ നിന്നും അവരെ രക്ഷിക്കും, അവരെ മോചിപ്പിക്കും എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അന്നൊരു വിചാരവുമുണ്ട്, ആ മിശിഹായെ അവർ ദാവീദിൻ്റെ വംശത്തിൽ നിന്നായിരിക്കും എന്നുള്ളൊരു ബോധ്യവും കൂടെ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മിശിഹായെ അവർ ദാവീദിൻ്റെ പുത്രൻ എന്ന് വിളിക്കുവാനായിട്ട് പ്രേരിതരായത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഒരിക്കൽ പോലും ഈശോയാണ് മിശിഹായെന്ന് അവർ വിശ്വസിച്ചില്ല. അങ്ങനെ ഒരു ചെറിയ ഒരു മാറ്റം കൂടിയുണ്ട്. മിശിഹായെ അവർ വിശ്വസിച്ചിരുന്നു, മിശിഹ കടന്നു വരും, അവരെ ഓരോരുത്തരെ രക്ഷിക്കുമെന്നും അവർക്കറിയാം. പക്ഷേ നസ്രായനായ ഈശോയാണ് മിശിഹ എന്ന് വിശ്വസിക്കുവാൻ അവർക്ക് ഇച്ചിരി പ്രയാസമുണ്ടായി. കാരണം അവർക്കൊരിക്കലും ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വരുന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. ദൈവം എന്നും അവരെക്കാൾ ഉപരിയായി മുകളിൽ എവിടെയോ ആണ്. അതാണ് അവരെപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദാവീദിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, മിശിഹ എപ്പോഴും ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് കടന്നു വരും എന്നുള്ളതിൻ്റെ അർത്ഥമാണ് സൂചിപ്പിക്കുക. അതിനുശേഷം ദാവീദിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ദാവീദ് തന്നെ കർത്താവേ എന്നും വിളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദാവീദിൻ്റെ പുത്ര എന്ന് നമ്മൾ എങ്ങനെ വിളിക്കും? അപ്പോൾ നമ്മൾ വായിച്ചു കേട്ടു, കർത്താവേ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. 2 കർത്താവുണ്ട്. ഇതാരോ ഈ കർത്താവ്? അപ്പോൾ ആദ്യം ദാവീദ് ഈ വചനം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ സങ്കീർത്തകൻ്റെ പുസ്തകം 110-ാം അധ്യായത്തിൽ നിന്ന് എടുക്കുന്ന വാക്യങ്ങളാണ്. ഈ 110-ാം അധ്യായത്തിൽ സങ്കീർത്തനത്തിൽ ഈ കാര്യം എടുത്ത് നമ്മളെ സൂചിപ്പിക്കാനായിട്ടുള്ളൊരു കാരണം, സങ്കീർത്തനം എഴുതിയത് സൂചിപ്പിക്കുന്നതും ദാവീദിലോട്ടാണ്. ദാവീദിൻ്റെ എഴുത്ത് രീതിയിലുള്ള സങ്കീർത്തനവും കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആദ്യം കർത്താവേ എന്ന് അവൻ വിളിക്കുന്നത് പിതാവായ ദൈവത്തിനെ, യാഹ്വേയെ തന്നെയാണ്. രണ്ടാമത് കർത്താവേ എന്ന് വിളിച്ച് സൂചിപ്പിക്കുന്നത് അവനെ സംരക്ഷിക്കുവാൻ കടന്നു വരാൻ പോകുന്ന ഒരു മിശിഹായെ കുറിച്ച്. അപ്പം ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്നോ, അല്ലെങ്കിൽ ദാവീദിന്റെ പുത്ര എന്ന് സൂചിപ്പിക്കുന്നത് മിശിഹായെ പോലെ തന്നെ കർത്താവേ എന്ന് സൂചിപ്പിക്കുന്നത് മിശിഹായിലേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ദാവീദിന്റെ പുത്രനായ മിശിഹായും ദാവീദ് ദൈവമെന്ന് കണക്കാക്കിയിരിക്കുന്നതും ഒരാൾ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഇതാണ്, ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും ഒരേപോലെ സൂചിപ്പിക്കുന്ന സംഭവമാണ്. ദാവീദിന്റെ പുത്രനായ ഈശോയെ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് മിശിഹായുടെ ദൈവത്വമാണ്. അതോടൊപ്പം തന്നെ ദാവീദിന്റെ പുത്രൻ മാത്രമല്ല, ദാവീദ് കർത്താവേ എന്ന് വിളിച്ചതും എങ്ങനെയാണ് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ദാവീദിന്റെ ദൈവമായ കർത്താവിനെ അവൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒരേപോലെ നമുക്ക് സൂചിപ്പിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ദൈവശാസ്ത്രം, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ. പക്ഷേ ഇത് നമ്മുടെ മാനസികമായ ചിന്തയിൽ എന്തർത്ഥങ്ങളാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, എന്തൊക്കെ രീതിയിലാണ് നമുക്കിത് ചിന്തിക്കാൻ പറ്റുന്നത്? ദൈവം നമുക്ക് ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിരിക്കണം ഈ അധ്യായങ്ങൾ, ഈ വാക്യങ്ങളൊക്കെ. ദൈവം നമുക്ക് വെറുമൊരു രാജാവാണോ, ഒരു മനുഷ്യനാണോ, അല്ലെങ്കിൽ ദൈവം മാത്രമാണോ എന്നുള്ളതൊക്കെയാണ്. പലർക്കും ദൈവം മനുഷ്യനായിട്ട് മാത്രമാണ്. ദൈവമായിട്ട്, ഈശോ മിശിഹ ദൈവമായിട്ടല്ല, മനുഷ്യനായിട്ട് മാത്രമേ അവർ കണക്കാക്കാറുള്ളൂ.
അത് തെറ്റാണ്, ഭാഷണ്യതയാണ്. അതോടൊപ്പം തന്നെ ഈശോ മിശിഹായെ പലരും ദൈവമായിട്ട് മാത്രം കണക്കാക്കുന്നവരുണ്ട്. ദൈവമായിട്ട് മാത്രം, അതും തെറ്റാണ്, അതും തിന്മയാണ്. കാരണം അവൻ പൂർണ്ണ മനുഷ്യരും പൂർണ്ണ ദൈവവുമാണ്. ഈ രണ്ട് കാര്യവും കൂടെ നമ്മൾ ഒരുമിച്ചാണ് ഈശോയെക്കുറിച്ച് ചേർത്ത് പോകേണ്ടത്. പലപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈശോയെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഈശോ നമുക്ക് ആരാണെന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് നിന്ന് വരേണ്ടത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈശോ എപ്പോഴും നമുക്കൊരു വേറെ ഒരു രീതിയിലുള്ള ചിന്തിക്കാനുള്ള പ്രവർത്തിക്കുവാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുകയാണ് ഈശോയെ. നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് പോലെ തന്നെ ഒരിക്കലും ഒരു ബാലൻ തൻ്റെ അപ്പൻ്റെ ഫോട്ടോ അവൻ എപ്പോഴും അവൻ്റെ പേഴ്സിൽ സൂക്ഷിക്കും. അവൻ്റെ അപ്പൻ കുറേ ദൂരത്തിൽ യാത്രയിലായിരിക്കും. അതോടൊപ്പം തന്നെ അവൻ്റെ അപ്പൻ ജോലി എടുക്കുന്നത് ഭയങ്കര ദൂരെയാണ്. അവൻ്റെ അപ്പൻ 2-3 വർഷം കൂടുമ്പോഴാണ് കടന്നു വരുന്നത്. അവൻ്റെ അപ്പൻ ഇങ്ങനെ 2-3 വർഷം കൂടുമ്പോൾ കടന്നു വരും. അവന് അത് കുറച്ച് ദിവസം നിൽക്കും, അതിനായിട്ട് പോകും. വീണ്ടും അവനൊരു ആശ്രയം എന്ന് പറയുന്നത് അവൻ്റെ പോക്കറ്റിലുള്ള അവൻ്റെ അപ്പൻ്റെ ഒരു ഫോട്ടോ മാത്രമാണ്. പക്ഷെ അവൻ ഒരിക്കലും അറിയും അവൻ്റെ അപ്പൻ ജോലിയെല്ലാം നിർത്തി തിരിച്ചു വരികയാണെന്ന് ഓർക്കുമ്പം അവന് ഫോട്ടോയേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുവാനായിട്ട് അവൻ അപ്പനെ നേരിട്ട് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെയാണ് പലപ്പോഴും ദൈവത്തെ നമ്മൾ നമ്മുടെ ഉള്ളിൽ പല രീതികളിലായിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അതല്ല, നേരെ മറിച്ച് ദൈവത്തെ പൂർണ്ണമായി ഏറ്റെടുത്ത് സ്വീകരിച്ച് നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കണം. ഈശോയെ നമുക്ക് പലപ്പോഴും സ്നേഹിക്കുവാനായിട്ട് സാധിക്കാതെ വരുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നമ്മൾ ഈ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. ഈശോ ദൈവവുമാണ് മനുഷ്യരുമാണെന്ന് സത്യം പൂർണ്ണമായി വിശ്വസിക്കണം. മനുഷ്യനെ പോലെ തന്നെ തൻ്റെ സകല സങ്കടങ്ങളും വേദനകളും അറിയാവുന്നവരും ദൈവത്തെ പോലെ തന്നെ പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരുവാനും ശക്തിയുള്ളവരാണ് ഈശോ മിശിഹ എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ കൂട്ടുപിടിച്ച് വേണം പോകാൻ. ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് വേണം മുന്നേറാൻ. ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിന്ന് വേണം പ്രവർത്തിക്കുവാൻ. ദൈവം നമ്മുടെ കൂടെ നിന്ന് ആ പ്രവൃത്തിയിൽ സംപ്രീതനാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പ്രവൃത്തിയിൽ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഇന്ന് ദിവസം മുഴുവനും നമ്മൾ പഠിക്കാൻ പോകുന്ന മക്കളുണ്ട്, നമ്മൾ ജോലി എടുക്കുന്ന അനേകം പേരുണ്ട്, നമ്മൾ അനേകം പേരെ കാണും, അനേക സ്ഥലത്തേക്ക് യാത്ര ചെയ്യും. എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ നമ്മളോട് കൂട്ടുപിടിക്കാൻ, ദൈവത്തെ നമ്മൾ കൂട്ടുപിടിച്ച് മനുഷ്യനായ ഈശോയെയും ദൈവമായ ഈശോയെയും മുറുകെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. ദൈവമായ ഈശോയെ ഞങ്ങളുടെ കൂടെ എന്നും ദൈവത്വം നൽകിക്കൊണ്ട് ദൈവിക അനുഗ്രഹം നൽകണമേ. മനുഷ്യനായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും വേദനകളും അറിയുന്നവനെ, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും വേദനകൾക്കും ചേർന്ന് നിന്ന് സൗഖ്യം നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം അതിനുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ആമേൻ.